എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് മംഗലാപുരത്താണ്. ഇവിടെ ഗഞ്ചിമെഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഐമാസ് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഇവിടെ റൈസ് പൗഡർ യൂണിറ്റും അതേപോലെ ഒരു സ്പൈസസ് പ്രൊഡക്ഷൻ യൂണിറ്റും ആണ് ഉള്ളത്. ഐമാസ് ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഓണറാണ്. മാഡത്തിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് സുഷ്മ എന്നാണ്. ഞങ്ങളിവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ ഒന്ന് സെറ്റിൽ ആയതാണ്. മസാലയിൽ ഒരു 48+ പ്രോഡക്ട്സ് ഉണ്ട്. ഇവിടെ സ്പൈസസിന്റെ കാര്യങ്ങളിൽ പറഞ്ഞല്ലോ, നമുക്ക് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഒന്ന് കാണാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റോസ്റ്റ് ചെയ്യുവാണ്. എന്തിനാ റോസ്റ്റ് ചെയ്യണേ? പ്രോപ്പർ ആയിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് മാറ്റം കണ്ടിട്ടുള്ളത്? ഇപ്പൊ റോസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയതായിട്ട് അതിന്റെ ഓയിൽ ഇങ്ങനെ പുറത്തു വരും. അന്നേരമാണ് അതിന് ഇച്ചിരി ടേസ്റ്റ് കൂടുന്നത്. അതിന് വേണ്ടിയാണ് ഞങ്ങൾ റോസ്റ്റ് ചെയ്യുന്നത്. അതും കറക്റ്റ് അളവിൽ തന്നെ റോസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോയാൽ അതിന്റെ ടേസ്റ്റ് വ്യത്യാസമാവും. എത്ര നേരം റോസ്റ്റ് ചെയ്യും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ബിരിയാണി മസാല? ഇത് ഞങ്ങൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ. അപ്പൊ ഈ സ്പൈസസ് ഒക്കെ എവിടുന്ന സോഴ്സ് ചെയ്യണേ? കാർഡമം ഒക്കെ ഞങ്ങള് കൂർഗിനും ബ്ലാക്ക് പെപ്പറിൽ ഇവിടെ നമ്മുടെ മാംഗ്ലൂർ എറൗണ്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഈ നല്ല മണം വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ഹോൾ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്പെൻഡ് ഉപയോഗിക്കുന്നില്ല? ഇല്ല 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 ഇല്ല. ഓക്കെ, ഈ മംഗലാപുരം ബേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സോഴ്സിംഗ് ഒക്കെ വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഡയറക്റ്റ് കർഷകരുടെ അടുത്ത് പോയി നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പൊ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും മൊത്തം നമ്മുടെ? ഇത് ഇപ്പൊ ഈ സ്പൈസസ് മാത്രം 35 kg ഉണ്ട്. ഇപ്പൊ ഡ്രം റോസ്റ്ററിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്താണ് വരുന്നത്? ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പൊടിക്കുന്ന മെഷീനിലോട്ട് ഇടും. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ സ്പൈസസ് എല്ലാം ഇപ്പൊ പൊടിച്ചു കഴിഞ്ഞു. ഇവിടെ നോക്കാം, നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. കണ്ടോ, കലറും അതുപോലെ നല്ല മണമാണ്, മനസ്സിലാവുമായിരിക്കുമല്ലോ. ഓക്കെ, ഇനി അടുത്ത പ്രോസസ് എന്താണ്? ഇനി ഇത് ഇപ്പം സ്പൈസസ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നെക്സ്റ്റ് ബ്ലെൻഡറിലോട്ട് ഇട്ട് ബ്ലെൻഡ് ചെയ്യാനുണ്ട്. നമ്മുടെ മുളക് പൊടി അല്ലാത്ത വേറെ സ്പൈസസ് ഒക്കെ. ഞങ്ങൾ ഉപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത് ആ റേഷ്യോയില് പ്രോപ്പർ ആയിട്ട് ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് പ്രോപ്പർ ആയിട്ട് ബാക്കി മിക്സിംഗ് കഴിയുമ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ വരുന്നുണ്ടോ? അതെ, ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ലാസ്റ്റ് പാക്കിംഗ് സ്റ്റേജിലോട്ട് പോകണം. ഓക്കെ ഓക്കെ ഓക്കെ.